നമുക്കൊരു ചൂടുള്ള വാർത്ത വരുന്നുണ്ട്. നമ്മളത് ഇവിടെ ബ്രേക്ക് ചെയ്താലോ? ഇപ്പൊ തന്നെ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 24 ഇലക്ഷൻ ബ്രേക്ക്. സമദൂരം വെടിഞ്ഞ് ശരിദൂരം പ്രഖ്യാപിക്കുമെന്ന് കേരള ലാറ്റിൻ കത്തോലിക്ക സഭ. സമദൂരത്തിൽ നിന്ന് മാറാനാണ് സഭയുടെയും കാത്തലിക് അസോസിയേഷന്റെയും തീരുമാനമെന്ന് ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി 24 പറഞ്ഞു. പ്രശ്നാധിഷ്ഠിത നിലപാടെടുക്കുമെന്ന് മുന്നണികളുടെ ശ്രദ്ധയിൽ അവർ പെടുത്തിയിട്ടുണ്ട്. മുന്നണിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അറിഞ്ഞ ശേഷം, ഈ മുന്നണികൾ എന്ത് നിലപാടെടുക്കുമെന്ന് അറിഞ്ഞ ശേഷം പിന്തുണ കൊടുക്കാനാണ് ഇവരുടെ തീരുമാനം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ നിലപാട് പൊതുവിൽ പ്രശ്നാധിഷ്ഠിത മൂല്യാധിഷ്ഠിത സമദൂരം എന്നുള്ളതാണ്. പക്ഷേ അത് എല്ലാ കാലത്തും സമദൂരമായി തന്നെ നിലനിൽക്കണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ അത് ശരിദൂരമായിട്ട് വരും. എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് മുന്നണികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളോട് ഈ മുന്നണികൾ കാണിക്കുന്ന പ്രതികരണങ്ങളും നടപടികളും അതിനെ ആശ്രയിച്ച് പ്രശ്നാധിഷ്ഠിതമായിട്ടായിരിക്കും ഇത്തവണ നിലപാട് വ്യക്തമാക്കുന്നത്. അതിന് ഈ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോഴും മറ്റു മുന്നണികളുമായിട്ടും എല്ലാം സംസാരത്തിൻ്റെ ഇടയ്ക്കുമെല്ലാം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അവതരണത്തിൽ അവരുടെ തിരിച്ചുള്ള പ്രതികരണവും നടപടികളും അനുസരിച്ച് സമദൂരം എന്നതിൽ നിന്ന് ഒരു മാറ്റം വന്ന് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ശരി ദൂരത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് KRLCCയുടെ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ എന്ന നയരൂപീകരണ സമിതിയുടെയും അതോടനുബന്ധിച്ച് സമുദായ സംഘടനയായ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെയും ഇപ്പോഴത്തെ നിലപാട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവര് ഇക്കാര്യത്തിൽ ഇപ്പോൾ സമദൂരമായിരുന്നു, അത് മാറി ഒരു തീരുമാനം ശരിദൂരം ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ശരിദൂരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരു ഭീഷണി അത് എല്ലാ മുന്നണികളും നെഞ്ചിടിപ്പോടെ ആയിരിക്കും ഇത് കേൾക്കുന്നത്. അപകടം പിടിച്ച തീരുമാനം. അതെ. അവിടുത്തെ തിരുവനന്തപുരത്തെ ജയപരാജയങ്ങൾ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സഭയുടെ നിലപാട്. അത് വേറെ തരത്തിലേക്കൊക്കെ മാറുന്നത് മാത്രമല്ല വിജയകുമാർ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ത്രികോണ മത്സരം സ്ട്രോങ് ആവുകയാണല്ലോ പല മണ്ഡലങ്ങളിലും, ചില സ്റ്റാർ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് ഓരോ വോട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ, അങ്ങനെ പറയാൻ പാടില്ല. ഇത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് വോട്ടെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോയാൽ സ്ഥാനാർത്ഥിയുടെ ഉള്ളിൽ തീ കാണും, സംശയമൊന്നുമില്ല. കാര്യം അത്രയ്ക്ക് വോട്ടിന്റെ വിലയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. എന്താണെന്ന് നാളെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.